എൻ്റെ തുടക്കം ഞാൻ പറയാം. ഞാൻ മമ്മൂക്കാനെ നേരത്തേക്ക് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു. അപ്പോൾ മമ്മൂക്ക നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ കാണാറുണ്ടായി. ആദ്യം 1-2 പ്രാവശ്യം റിപ്ലൈ കിട്ടിയില്ല. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ 2017 സ്റ്റേറ്റ് അവാർഡ്, ടെലിവിഷൻ അവാർഡ് കിട്ടി. ആ സന്തോഷം ഞാൻ അറിയിച്ചപ്പോൾ തിരിച്ച് എനിക്ക് റിപ്ലൈ തന്നു. കൺഗ്രാറ്റ്സ് എല്ലാം പറഞ്ഞു ഇങ്ങനെ കുറച്ച് നാളായിട്ട് ഞാൻ ഇങ്ങനെ പല പ്രോഗ്രാംസിൽ കാണുന്നുണ്ട്, എന്തായാലും വരട്ടെ അങ്ങനെ റിപ്ലൈ തന്നു. അങ്ങനെ ആ ഫസ്റ്റ് റിപ്ലൈ എനിക്ക് അപ്പോഴാണ് കിട്ടണേ. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ ഒന്ന് നേരിൽ കാണണമെന്നുണ്ട് പറഞ്ഞു. അങ്ങനെ മധുരരാജയുടെ ലൊക്കേഷനിലാണ് ചെല്ലാൻ പറഞ്ഞത്. അവിടെ ചെന്ന് കണ്ട് കുറേ നേരം സംസാരിച്ചു, ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചു, എല്ലാം പറഞ്ഞ് ശരി ഞാൻ വിളിച്ചോളാം എന്തെങ്കിലും. അത് കഴിഞ്ഞിട്ട് അടുത്ത പടം നമുക്ക് പിന്നെ ചെയ്ത് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇത് 1 തോന്നുന്നു, 1-ന്റെ. അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ്ങൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയം ഞാനിങ്ങനെ ആലോചിച്ചു, 1 എന്ന് പറയുന്ന സിനിമയിൽ ഒരുപാട് ക്യാരക്ടറൊക്കെ ഉണ്ടെന്നുള്ളൊരു അറിവൊക്കെ കിട്ടി. അപ്പം മമ്മൂക്കായ ഒന്നുകൂടെ വന്ന് കാണാം. ഈ കൊച്ചിയിലെ ഷൂട്ട് കഴിഞ്ഞ് ട്രിവാൻഡ്രത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ്, അപ്പോൾ ട്രിവാൻഡ്രത്ത് വരുമ്പോൾ ഒന്നുകൂടെ പോയി കാണാം. അപ്പോൾ അടുത്ത സിനിമയിലെങ്കിലും എന്തെങ്കിലും കിട്ടുമെങ്കിൽ ഒന്ന് സംസാരിക്കാം എന്നുള്ളതിൽ. അടുത്ത ദിവസമായപ്പോൾ എനിക്ക് അസോസിയേറ്റ് ഡയറക്ടർ സാജൻ എന്ന് പറഞ്ഞ ആൾ വിളിക്കുന്നു. ഇങ്ങനെ 1-ന്റെ അസോസിയേറ്റ് ഡയറക്ടറാണ് ഞാൻ, ഇതിനകത്തൊരു ചെറിയ ക്യാരക്ടറുണ്ട്, മമ്മൂക്ക പറഞ്ഞ് നിങ്ങൾ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ സത്യം പറഞ്ഞ മനസ്സിൽ ലഡുവും ജിലേബിയും എല്ലാം കൂടി പൊട്ടി, ഒരു ബേക്കറി തന്നെ പൊട്ടി എന്ന് പറയാം. അപ്പോൾ അടുത്ത ദിവസമാണ് ഷൂട്ട്. പക്ഷെ അവിടെയും നമ്മുടെ മോഹം പൂണിഞ്ഞിട്ടില്ല, കാരണം മമ്മൂക്കയുടെ കൂടെ ഒരു സീൻ അഭിനയിക്കണമെന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിൻ്റെ കൺട്രോളർ പ്രശാന്ത് നാരായണൻ വിളിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ റോഷാക്ക് നമ്മുടെ സിനിമയുടെ ഒരു ക്യാരക്ടറുണ്ട്, അപ്പോൾ ഇത്ര ദിവസം ഡേറ്റ് ആണോന്നൊക്കെ പറഞ്ഞപ്പോൾ അയ്യോ, അങ്ങനെ ആണ് ഇതിലേക്ക് വരുന്നത്. ഇതിലേക്ക് മമ്മൂക്ക തന്നെയാണോ റെക്കമെൻഡ് ചെയ്യുന്നത്? മമ്മൂട്ടി കമ്പനിയുടെ സിനിമയാണ്, മമ്മൂക്ക സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. നമ്മളെ പറഞ്ഞ മാതിരി മമ്മൂക്ക മറിമായൊന്നുമല്ല, എല്ലാ TV പ്രോഗ്രാംസും മമ്മൂക്ക കൃത്യമായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇത്രയും ഒരു സൂപ്പർ സ്റ്റാർ ഈ TV പരിപാടി കാണുകയും നമ്മളൊക്കെ ഇതിലേക്ക് വിളിക്കുകയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ, മമ്മൂക്ക ഇങ്ങോട്ട് പലതും പറയാറുണ്ട്. നിങ്ങൾ ആ എപ്പിസോഡില്ലേ, ആ എപ്പിസോഡിൽ ആ സംഭവം അങ്ങനെയായിരുന്നു, അത് ഇങ്ങനെയായിരുന്നു. അങ്ങനെ മമ്മൂക്ക നമ്മുടെ അടുത്ത് പലപ്പോഴും ഇത് ചെയ്യുമ്പോൾ പലതും പറയാറുണ്ട്. ഞാൻ ഇത് എങ്ങനെ സമയം കിട്ടുന്നു ഇത്രയും. എന്നിട്ട് ഇപ്പം റോഷാക്കിൻ്റെ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു ദിവസം ഇരുന്നിട്ട് പറയാ, നമ്മുടെ ചക്കപ്പഴം എന്ന് പറഞ്ഞൊരു പുതിയ റീസ്റ്റാർട്ട് ചെയ്തതിനകത്ത് ഒരു പുതിയ ആക്ടർ വന്നിട്ടുണ്ട് കേട്ടോ, അയാൾ കൊള്ളാം, നല്ല ആർട്ടിസ്റ്റാണ് എന്ന് പറഞ്ഞിട്ടേ മമ്മൂക്ക. അപ്പോൾ 2 ദിവസമായുള്ളൂ ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇതും കണ്ടേക്കണം എന്നുള്ളതായിരുന്നു, നമ്മളൊന്നും ശ്രദ്ധിച്ചു പോലും ഇല്ല എന്നുള്ളത്. അപ്പോൾ അതാണ് മമ്മൂക്കയുടെ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇനി പറ, ഈ ലൊക്കേഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇത്രയും ആഗ്രഹിച്ചല്ലേ മമ്മൂക്കയുടെ മൂവിയിൽ വരുന്നത്, മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ. ആദ്യത്തെ സീൻ മമ്മൂക്ക വരുന്നത് ഓർമ്മയുണ്ടോ? എൻ്റെ ഫസ്റ്റ് ഷോട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഷറഫുമായിട്ടൊരു സംഭവമാണ്, പക്ഷെ അത് വന്നിട്ടുമില്ല ഇതിനകത്ത്. അപ്പോൾ അവിടെ ചെന്ന് നമ്മുടെ സ്റ്റൈലിലൊക്കെ ഇത് പെർഫോം ചെയ്തപ്പോൾ നമ്മളെ ഡയറക്ടർ നിസാം ബഷീർ വന്നിട്ട് പറഞ്ഞേക്കാം, അത്രയൊന്നും നമുക്ക് വേണ്ട, വളരെ സിമ്പിളായിട്ട് നമുക്ക് ബിഹേവ് ചെയ്താൽ മതി, അങ്ങനെയാണെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയാണ്, അതായിരുന്നു തുടക്കം. അപ്പം അന്ന് മമ്മൂക്ക ഇല്ല. അടുത്ത ദിവസമാണ് മമ്മൂക്ക വന്നത്. മമ്മൂക്കായിട്ട് ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് അവിടെയാണ്. അത് നമ്മുടെ മണിച്ചേട്ടനില്ലേ, മണിച്ചേട്ടൻ്റെ ബോഡി എടുത്തിട്ട് ഇങ്ങനെ വരുന്ന സീനാണ്. അപ്പം മമ്മൂക്ക അവിടെ നിന്ന് എണീറ്റ് വന്ന് ഇത് ഷർഫിനെ മാറ്റിയിട്ട് ഇതിൽ പിടിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഫസ്റ്റ് ഇങ്ങനെ അടുത്ത സ്ക്രീൻ. അതെ, ഡയലോഗില്ല. അപ്പോൾ എന്നിട്ട് 3ാമത്തെ ടേക്ക്, അപ്പോൾ നമ്മളെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും വരാൻ പാടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതുകൊണ്ട് താഴെ വെച്ച് ഡെഡ് ബോഡി. അപ്പോൾ നമുക്ക് ഞാനും ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് കട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ചോദിച്ചു, അനക്ക് സമാധാനമല്ലേ? ഞാൻ പേടിച്ചു, ഞാൻ വെച്ചിട്ട് തെറ്റിയോ, ഇത് വല്ലതും പ്രശ്നമാണോ? എൻ്റെ കൂടെ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹം അത് ആയിട്ടുണ്ടല്ലോ, ശരി. ഞാൻ പക്ഷേ ഇത്ര ദിവസം അവിടെ ഷൂട്ടിംഗ് സ്ഥലത്തുണ്ടായിരുന്നെങ്കിലും ഈ അഭിനയിക്കുന്നതിൽ കൂടുതൽ നമ്മൾ മമ്മൂക്ക ഇങ്ങനെ കണ്ടിരിക്കാനുണ്ടല്ലോ. സത്യമായിട്ട് കേട്ടോ, മമ്മൂക്കയുടെ ഇങ്ങനെ ഓരോ ചലനങ്ങളും വർത്താനവും ആ ചിരിയും പിന്നെ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കെന്താ പറയുക, ഒരു 8th വേൾഡ്